ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കാലത്ത് തന്നെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഒരു പാക്കൊന്നും ഇടാന്ന്. എന്ന് വെച്ചാൽ മുഖത്ത് ചെറിയ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു പാക്കൊക്കെ ഇട്ടെടുത്തു. പാക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു സാധനമാണ് മുൾട്ടാണി മിട്ടിയും റോസ് വാട്ടറും. അത് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. ബാക്കി ഉണ്ടെങ്കിൽ കഴുത്തിലും എന്താ പറയുക കയ്യുമൊക്കെ അപ്ലൈ ചെയ്യും. എന്നിട്ടൊരു 10-15 മിനിറ്റ് അത് ഉണങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചൊന്ന് കഴുകി കൊടുക്കുക. അപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ ടാനൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടും. അതുപോലെ തന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും, സോഫ്റ്റ് ആയ പോലെയൊക്കെ തോന്നും. അത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ കുളി കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ വരുന്നതാണ് കാണണേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ എഴുന്നള്ളിപ്പും കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും സെറ്റ് മുണ്ടും പച്ച ബ്ലൗസും ഇടണം താലം പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റ് മുണ്ട് ഇതെൻ്റെ അല്ല, എൻ്റെ അമ്മായിമ്മയുടെ അമ്മയുടെയാണ്. അപ്പോൾ അത് എൻ്റെ സെറ്റ് മുണ്ടൊക്കെ ഒരുവിധം നാശമായി. അപ്പോൾ അത് കാരണം ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ മുണ്ട് ജസ്റ്റൊക്കെ തേക്കാന്നുള്ളൊരു കാര്യം ഭയങ്കര മടിയുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് സാരി. അപ്പം ഞാൻ ചെറിയ സാധനങ്ങളൊക്കെ തേക്കാൻ നല്ല സുഖമാണ്. ഇങ്ങനത്തെ വലുതൊക്കെ തേക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാലും അവിടെ ഇവിടേക്ക് ഒരു ചുളിവുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെറ്റ് മുണ്ട് തേച്ച് കൊടുക്കാൻ കേട്ടോ. എനിക്ക് സെറ്റ് സാരി ഉടുക്കാൻ ഭയങ്കര പാടാണ്. മുണ്ട് ഉടുക്കുകയാണെങ്കിൽ ഞാൻ സുഖമായിട്ട് അങ്ങോട്ട് ഉടുക്കല. സാരി ആകുമ്പോൾ അവിടെ പിൻകുത്തിയൊക്കെ ആകുമ്പോൾ പ്രാന്ത് വരും. ഇപ്പോൾ സെറ്റ് മുണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നെയിൽസ് ഒന്ന് വെക്കാമെന്ന്. എനിക്കാണെങ്കിൽ നെയിൽസ് എത്ര വളർത്താൻ ശ്രമിച്ചിട്ടും വളരണില്ല. ഒരു 18 വയസ്സ് വരെയൊക്കെ നല്ലോണം നഖം വളർന്നിരുന്നു. ഇപ്പം നഖം അങ്ങോട്ട് വളരണില്ല, പൊട്ടിപ്പോവുക. വൈറ്റമിൻസിൻ്റെ കുറവൊക്കെ കാരണമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പിള്ളേരുള്ള കാരണം നഖം വളർത്താൻ ഉദ്ദേശമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ നഖമൊക്കെ കാണിച്ച് നമുക്കൊന്ന് ഷോയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മീഷോന്ന് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് നെയിൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കൊടുക്കണ തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ മോള് വന്ന് ശല്യപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ വെച്ചു. അത് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോകണത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോയിലാണ് ഞങ്ങൾ എപ്പോഴും പോവാറ്. അപ്പോൾ തന്നെ നെയിൽസ് വെച്ചത് കാണിച്ചെന്നില്ലല്ലോ, ഇതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ബ്ലൂ കളർ ഷെയ്ഡ് അടിച്ചു കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടാന്നൊക്കെ. അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. പച്ച കുപ്പിവളയും പച്ച ബ്ലൗസും പച്ച കമ്മലൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞതാ അമ്പലത്തിൽ ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ കുറച്ച് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫുഡ് കഴിക്കണതും ചില കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ചിലതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ദീപാരാധന സമയമൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഇതുണ്ടായിരുന്നു, നമ്മുടെ ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിതിൽ ജസ്റ്റ് ആഡ് ചെയ്തു മാത്രം. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞാൻ താലം പിടിച്ച് നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി. അപ്പം ഞാൻ വേറെ വല്ലൊരു വീഡിയോ എടുത്ത് എനിക്ക് കൊളായാലോ. അപ്പം അത് കാരണം കുറച്ച് നേരമൊക്കെ ഞാൻ താലം പിടിച്ച് നിന്നു. അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തന്നെ താലം പിടിക്കാൻ പോയി കേട്ടോ. പിന്നെ ഇടയിൽ ഉണ്ണീനെ ശ്രദ്ധിക്കാനും പോയി. അപ്പം അങ്ങനെ മാറി ഞങ്ങൾ താലം പിടിച്ചു. അപ്പോൾ തുള്ളലും കാര്യങ്ങളും എഴുന്നള്ളിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ലാസ്റ്റ് നമ്മുടെ എല്ലാ ദേവീദേവന്മാരും മീൻസ് നമ്മുടെ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എല്ലാവരും, വീരഭദ്രസ്വാമി, മുത്തപ്പൻ, വിഷ്ണുമായ, ദേവി, അങ്ങനെ എല്ലാവരും തുള്ളുന്ന ഒരു എഴുന്നള്ളിപ്പാണ്. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കുരുതി മറിക്കലൊക്കെ 12 മണിക്ക് ശേഷമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ മേളക്കാരൊരു വലിയ കൊട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അത് ആസ്വദിച്ച് നിൽക്കായിരുന്നു. നല്ല രസമായിട്ടോ കേൾക്കാനായിട്ട്. അത് ആസ്വദിച്ചൊക്കെ നിൽക്കലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അമ്പലത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. എനിക്ക് ഉണ്ണീനെയും എല്ലാം കൂടി പറ്റാത്ത കാരണം കുറച്ചൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മുടെ രാമായണത്തിൻ്റെ ഏതോ പേജിലത്തെ കാര്യങ്ങളൊക്കെ വായിക്കുമല്ലോ, അതുവരെ അവിടെ റെസ്റ്റ് എടുത്തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ണിയൊക്കെ ഉറങ്ങിയപ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.